മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. BC 2-ാം നൂറ്റാണ്ടിനും AD 7-ാം നൂറ്റാണ്ടിനുമിടയിൽ പലപ്പോഴായി നിർമ്മിക്കപ്പെട്ടതാണ് അജന്ത ഗുഹകൾ. അജന്ത പ്രധാനമായും ബുദ്ധ ഗുഹാക്ഷേത്രങ്ങൾക്കും ചിത്രങ്ങൾക്കും പേരുകേട്ടതാണ്. അതേസമയം എല്ലോറയിൽ ഹിന്ദു, ബുദ്ധ, ജൈന ക്ഷേത്രങ്ങളുള്ള ഒരു ബഹുമത സമുച്ചയമുണ്ട്. BC 2-ാം നൂറ്റാണ്ടിനും AD 7-ാം നൂറ്റാണ്ടിനുമിടയിൽ ശതവാഹനന്മാരുടെയും വാകാടകന്മാരുടെയും കാലഘട്ടങ്ങളിലായി പലപ്പോഴായി നിർമ്മിക്കപ്പെട്ടതാണ് അജന്ത ഗുഹകൾ. അർദ്ധവൃത്താകൃതിയിൽ നിലകൊള്ളുന്ന മലയുടെ അടിവാരത്തിൽ നിരനിരയായി തുരന്നുണ്ടാക്കിയ ഗുഹകളാണിവ. നിലവിൽ 29 ഗുഹകളാണ് അജന്തയിലുള്ളത്. ഇവയിൽ 4 ചൈത്യഗൃഹങ്ങൾ എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാമുറികളും ബാക്കിയുള്ളവ ബുദ്ധഭിക്ഷുക്കൾക്ക് താമസിക്കാനുള്ള ബുദ്ധവിഹാരങ്ങളുമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ അജന്തയിലെ 1, 2, 16, 17 ഗുഹകൾ നിലവിലുള്ള പുരാതന ഇന്ത്യൻ ചുമർ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമാണ്. ബുദ്ധമത കലയുടെ മാസ്റ്റർ പീസുകളായി സാർവത്രികമായി കണക്കാക്കപ്പെടുന്ന ഈ ഗുഹകളിൽ ശില്പങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും ചുമർ ചിത്രങ്ങളാണ് ഉള്ളത്. ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ആചാരരീതികളും പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നു. അക്കാലത്തെ കൊട്ടാര സദസ്സുകൾ, കോടതികൾ, വ്യാപാര കേന്ദ്രങ്ങൾ, ജനങ്ങളുടെ വസ്ത്രധാരണ രീതികൾ, ആഭരണങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ നൽകുന്നവയാണ് ഈ ചുമർ ചിത്രങ്ങൾ. മണ്ണും പാറപ്പൊടിയും സസ്യങ്ങളുടെ നാരുകളും ചേർന്ന മിശ്രിതം തേച്ചു പിടിപ്പിച്ച പരുക്കൻ പ്രതലത്തിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ആദ്യം രൂപങ്ങൾ വരച്ചതിന് ശേഷം വിവിധ ഷെയ്ഡുകളിലുള്ള നിറങ്ങൾ പുരട്ടിയിരിക്കുകയാണ്. പൂക്കളും ഇലയും തോലും കൊണ്ടുണ്ടാക്കിയെടുത്ത നിറങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിറങ്ങൾ ഇന്നും തെളിഞ്ഞു കാണുന്നു എന്നത് ഒരു വിസ്മയം തന്നെയാണ്. ഈ ഗുഹകളിലെ കലാസൃഷ്ടികൾ ഒരേ ശൈലിയിലുള്ളവയല്ലാത്തതിനാൽ ഇവ സൃഷ്ടിച്ച കലാകാരന്മാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവർ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും ഉൾപ്പെടുന്നു എന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ അതിജീവിച്ച പ്രാചീന സംസ്കാരത്തിൻ്റെ സുകുമാര കലാരൂപങ്ങളുടെ കേദാരമാണ് അജന്ത ശില്പങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഗുഹാസമുച്ചയങ്ങളിൽ ഒന്നാണ് അജന്തയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എല്ലോറ. 5-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനുമിടയിൽ നിർമ്മിക്കപ്പെട്ട ഹിന്ദു, ബുദ്ധ, ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളും ഉൾപ്പെടുന്നതാണ് എല്ലോറ ഗുഹകൾ. ഭാരതത്തിലെ ഏറ്റവും മികച്ച നിർമ്മിതിയെന്ന് ചരിത്രകാരന്മാർ എല്ലോറയെ വിശേഷിപ്പിക്കുന്നു. എലപുര എന്ന പേര് ലോപിച്ചാണ് എല്ലോറ ആയി മാറിയത്. ചരണാദ്രി കുന്നുകളിലെ ബസാൾട്ട് പാറകളിൽ നിന്ന് കുഴിച്ചെടുത്ത 100-ലധികം ഗുഹകൾ ഈ സ്ഥലത്തുണ്ട്. ഇതിൽ 34 ഗുഹാക്ഷേത്രങ്ങൾ മാത്രമാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 12 ഗുഹകൾ ബുദ്ധവിഹാരങ്ങളും 17 ഹിന്ദു ക്ഷേത്രങ്ങളും 5 ജൈന ക്ഷേത്രങ്ങളുമാണ്. അതാത് മതങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഓരോ ഗുഹകളിലും ഉള്ളത്. 16-ാം നമ്പർ ഗുഹയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൈലാസനാഥ ക്ഷേത്രമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും അധികം പ്രത്യേകതകളുള്ളതും പിരമിഡ് ആകൃതിയിലുള്ളതുമായ നിർമ്മിതിയാണ് ഇത്. ഒരു വലിയ പാറ മുകളിൽ നിന്ന് താഴേക്ക് വെട്ടിയുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണിത്. ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് മാത്രം നിർമ്മിക്കാൻ സാധിക്കുമായിരുന്ന ഈ ഭീമാകാര ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് വെറും 18 വർഷം കൊണ്ടാണ് എന്നതും, ഉളിയും ചുറ്റികയും കൊണ്ട് എങ്ങനെയാണ് ഇത്ര കുറ്റമറ്റ രീതിയിൽ ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നതും ശാസ്ത്രലോകത്തിന് ഇന്നും ആശ്ചര്യജനകമാണ്. ഇതിൻ്റെ നിർമ്മാണ സമയത്ത് 4 ലക്ഷത്തോളം ടൺ കല്ലുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ വെട്ടിമാറ്റപ്പെട്ട കല്ലുകളുടെ അവശിഷ്ടങ്ങളോ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങളോ ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ
അതെവിടേക്ക് മാറ്റപ്പെട്ടു എന്നത് ഇന്നും അജ്ഞാതമായി തുടരുന്നു. അതിനാൽ തന്നെ ഇത് മനുഷ്യനിർമ്മിതം തന്നെയാണോ എന്നും സംശയിക്കപ്പെടുന്നു. ഇത് ആര് എങ്ങനെ നിർമ്മിച്ചു എന്നതിന് സത്യത്തിൽ കൃത്യമായ തെളിവുകളില്ല. അതിനാൽ ഇതൊരു നിഗൂഢതയായി ഇന്നും തുടരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈതൃക സമ്പത്താണ് അജന്ത എല്ലോറ ഗുഹകൾ.